കേരള നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച ഹുസൈൻ മടവൂരിനെ പരിഹസിച്ച് വെള്ളാപ്പള്ളി നടേശൻ. മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണതുപോലെയാണ് രാജി എന്നാണ് പരിഹസിച്ചിരിക്കുന്നത്. രാജിവെക്കാൻ കാരണം തേടിയിരിക്കുകയായിരുന്നു. പണ്ടേ തീവ്രവാദം പറയുന്നയാളാണ് ഹുസൈൻ മടവൂർ. പിണറായി പറഞ്ഞാൽ അല്ലാതെ താൻ രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ് മറുപടി പറയാനുള്ളത്, അയാള് പണ്ട് തീവ്രവാദം പറഞ്ഞിട്ടുള്ള ആളാണ് മുസ്ലിങ്ങളെ പറ്റി. അയാള് ഇതിനകത്ത് ഇരിക്കാൻ അർഹനല്ലെന്ന് അയാൾക്കറിയാം. പിന്നെ അയാൾ വിത്തിന്ന് രാജിവെച്ച് പോകണമെന്ന് ആഗ്രഹിച്ചവനാണ്. പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ, അതല്ലേ ഞാൻ പറഞ്ഞു, മോങ്ങായിരുന്ന പട്ടിയുടെ തല തേങ്ങ വീണ് അതും പറഞ്ഞിട്ട് രാജിവെച്ചു. അവിടെ എനിക്കെന്താ എന്തിളക്കം തട്ടാനാണ്? പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ പോകും, അല്ലെങ്കിൽ ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെച്ചു പോകില്ല. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, മുസ്ലിം പ്രീണനം പാർട്ടിയിൽ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പരാമർശത്തിലായിരുന്നു ഹുസൈൻ മടവൂർ രാജിവെച്ചത്. എന്നാൽ ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇത് വലിയ ചർച്ചയാവുകയാണ്. വെള്ളാപ്പള്ളി എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് ഇപ്പോൾ? ശ്രീജിത്ത്, കേൾക്കാമെന്ന് വിചാരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഹുസൈൻ മടവൂരിന്റെ രാജിയിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയായിരുന്നു. നമുക്കറിയാം ഇടതുപക്ഷത്തിന് മുസ്ലിം പ്രീണനമാണെന്നും അതുകൊണ്ടാണ് ഈഴവ വോട്ടുകൾ കുറഞ്ഞതെന്നും ക്രൈസ്തവർ അകന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം, ഒപ്പം അതിനു പിന്നാലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതിന് പിന്നാലെയായിരുന്നു ഹുസൈൻ മടവൂരിന്റെ രാജി. എന്നാൽ ഇപ്പോൾ ഹുസൈൻ മടവൂരിനെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി പ്രതികരണം നടത്തിയിരിക്കുന്നത്. വിനിത, നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണമാണ് ഹുസൈൻ മടവൂരിനെ പ്രകോപിപ്പിച്ചത്. മുസ്ലിം പീഡനം നടത്തുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തിരിച്ചടി നേരിട്ടത് എന്ന പരാമർശത്തിനെതിരെയാണ് ഹുസൈൻ മടവൂർ രംഗത്ത് വന്നത്. ഈ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്ന സമിതിയിൽ താൻ ഇനിയും ഇരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വൈസ് ചെയർമാൻ സ്ഥാനം ഹുസൈൻ മടവൂർ രാജിവെച്ചത്. ഇതിനെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. ഒരു കാരണം തേടിയിരിക്കുകയായിരുന്നു ഹുസൈൻ മടവൂർ രാജിവെക്കാൻ. അത് തന്റെ തലയിൽ വെച്ചുകൊണ്ട് രാജിവെച്ചിരിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. അതായത് മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണതുപോലെയായി. എന്തായാലും നവോത്ഥാന സമിതിയിൽ താൻ രാജിവെക്കുന്ന പ്രശ്നമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാലല്ലാതെ രാജിവെച്ചു പോകുന്ന പ്രശ്നമില്ല. നവോത്ഥാന സമിതിക്ക് ഇതുകൊണ്ട് ഒരു കോട്ടവും വരാനില്ല എന്നും വെള്ളാപ്പള്ളി ചേർത്തലയിൽ പ്രതികരിച്ചു. ശരിയാ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും